നൊമ്പരം കഥനങ്ങളിൽ ജീവനും കഥയല്ലിത ജീവിതം. രാജേട്ടാ, നിങ്ങളെ അയൽക്കാരാണെന്ന് പറഞ്ഞോണ്ട് ഇവിടെ ഉണ്ടല്ലോ. ഈ മനുഷ്യ എന്നെ ഇത്രയും തല്ലിക്കൊന്നിട്ട് നിങ്ങളൊന്ന് ചോദിക്കാനെങ്കിലും വരുന്നുണ്ടോ? ഈ തുണി തേച്ചിട്ട് ഞാനിവിടെ കഴിയുന്ന കുടുംബം വളർത്തുന്ന നിങ്ങൾ ഇട്ടിരിക്കുന്ന തുണി വരെ ഞാനല്ലേ തേച്ച് തന്നിട്ട് ഒരു മനസാക്ഷി ഇല്ലല്ലോ ഒന്ന് ചോദിക്കാത്ത. എന്റെ രമണി ചേച്ചി ഇന്നലെ കറണ്ട് ബില്ലടയ്ക്കാൻ കൊടുത്ത കാശും കൊണ്ട് ഇങ്ങനെ കള്ളു കുടിച്ച് അതൊന്ന് ചോദിച്ചാലേ ഈ കൊല്ല എല്ലാം ചെയ്യുന്നതല്ലേ എന്തോ ഒരു തല്ലിയെന്നറിയാമോ? എന്റെ ദൈവമേ, എനിക്ക് മടുത്തു. രാവിലെ തുടങ്ങിയല്ലോ പ്രശ്നം. എന്താണ് ഇന്നത്തെ പ്രശ്നം? അയ്യോ, ഒന്ന് പറയണ്ടടാ, എന്നത്തെ പോലെ തന്നെയാണ്. അയ്യോ, ഞങ്ങൾക്ക് അയൽവക്കക്കാർക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കണ്ടേ? ചേച്ചി അങ്ങനെ വിഷമിക്കണ്ട, ഞങ്ങൾ അയൽവക്കക്കാരൊക്കെ ഉണ്ടല്ലോ. ഇന്ന് മഴക്കാണോ? എടാ, എല്ലാ ദിവസം പോലെ ഇന്നും മഴക്ക് തന്നെയാണ്. ആണോ? ചേച്ചി സമാധാനപ്പെടേ, നമ്മളുണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും പരിഹരിക്കാം. സമാധാനിക്കും, കുഴപ്പമില്ല, ഞങ്ങളൊക്കെ ഇല്ലേ. ഇതവിടെ കാലാകാലങ്ങളായിട്ട് ഞാനാണോട് സമാധാനിപ്പിക്കണത്. അതറിയാവുന്നതുകൊണ്ടാണ് ഞാനിവിടെ സ്ഥലം മേടിച്ചത്. ഞാൻ സമാധാനിപ്പിക്കണം. ഞാൻ സമാധാനിപ്പിച്ചോളാം. ചേച്ചിയെ കഴിഞ്ഞാൽ വെട്ടി ഓടിക്കും. മിന്നു കെട്ടിയ ഭർത്താവിനെ ചെറ്റേനാ ഇല്ലടി ചെറ്റി. അയ്യോ, നിങ്ങളെയല്ലേ പൈസ. ചന്തയിലും മഴക്കറിയെല്ലാം നല്ല കൃഷിയുള്ള ചെന്തമിഴ് പൊണ്ണന. എന്റെ ദൈവമേ, എല്ലാം ഇവിടെ കഴിവുന്നു. നിങ്ങൾക്ക് എന്താ പറ്റിയ? തലക്കോളാണോ? തലക്കോളാണോ? എടി, എനിക്ക് കള്ളു കുടിക്കാൻ ടച്ചപ്പിനായിട്ടൊരു മുട്ട പുഴുങ്ങി തരാൻ വേണ്ടി നീ അതാ. കേക്ക്, ഇന്നലെ ഞാൻ നിങ്ങൾക്ക് ഓംലെറ്റ് വേണമെന്ന് വിചാരിച്ചു ഓംലെറ്റ് ഉണ്ടാക്കി. അപ്പൊ അയാൾക്ക് പുഴുക വിട്ട മതി. ഇന്ന് പുഴുക വിട്ട ഉണ്ടാക്കിയപ്പോ അയാൾക്ക് ഓംലെറ്റ് മതി. ഇനിയിപ്പോ ഞാൻ എന്നല്ല ഉണ്ടാക്കേണ്ടത്? ചേച്ചി, ഇവിടെയല്ലേ നമ്മൾ പെണ്ണുങ്ങൾ ബുദ്ധിപരമായിട്ട് പ്രയോഗിക്കേണ്ടത്. പെണ്ണുങ്ങളാ? അല്ല, നമ്മൾ ആണുങ്ങളല്ല ചേച്ചി, ബുദ്ധിപരമായിട്ട് പ്രയോഗിക്കേണ്ടത്. ഒരു മുട്ട എടുത്ത് ഓംലെറ്റ് ഉണ്ടാക്കി കൊടുക്കുക, ഒരു മുട്ട എടുത്ത് പുഴുങ്ങുക. ഉണ്ടാക്കിയപ്പോ അയാൾ അപ്പൊ പറയാ പുഴുങ്ങിയ മുട്ട ഉണ്ടാക്കാൻ വെച്ചിരുന്നത് കൊണ്ട് അയാൾക്ക് ഞാൻ ഓംലെറ്റ് ഉണ്ടാക്കിയെന്ന്. ഇങ്ങനത്തെ മുട്ട കേസിൽ നമ്മൾ പോകണേ. എന്റെ ചേട്ടാ, ആ മുണ്ടൊന്ന് മര്യാദ കൊടുക്കാവോ? നീ ആരാ? ഞങ്ങൾ ചേട്ടന്റെ സൈഡ് നിൽക്കാൻ വേണ്ടി വന്നതോ. എന്റെ സൈഡാ? അണ്ട് നിന്റെ സൈഡ് മാറിപ്പോയില്ലോ, ചേച്ചിയുടെ സൈഡിലാണല്ലോ നിൽക്കണത്. ഞങ്ങൾ അയൽവക്കക്കാരൊക്കെ ജീവിക്കണല്ലേ? അമ്മയും പെങ്ങളൊക്കെ ഉള്ളതാണ്. മര്യാദക്ക് മുണ്ടെടുത്തോടെ. നിന്റെ പെങ്ങള് മൂന്നാറ് കറങ്ങാൻ പോയിട്ട് തിരിച്ചു വന്നാ മര്യാദക്ക് കൊടുക്കാൻ ചേച്ചി, എന്താ പ്രശ്നം? എന്താ പ്രശ്നമെന്നോ? ഇന്നലെ ഇയാള് കഞ്ഞിക്കല എടുത്ത് കിണറ്റിലിടാനൊരുങ്ങി. അത് മേടിച്ച് ഞാൻ ഇവിടെ വെച്ച് അപ്പൊ ഇയാള് ചായപാത്രം ഇട്ട്. അന്നേരം ഞാൻ ചോദിച്ചപ്പോ ഇയാള് കഞ്ഞിക്കല എടുത്ത് കിണറ്റിലിട്ട് നാശമായി കോശമായി ഇതെല്ലാം കഴിഞ്ഞ് ചോദിച്ച എന്നെ മിഴാവും മൃദംഗവും പോടാ. അതെ, ഞങ്ങളെ ലോകത്തൊക്കെ തന്നെ ഉണ്ടാവൂട്ടോ. അവരെ പാടാ എന്തുവാണെങ്കിലും കാണിക്കട്ടെ. ചോറിഞ്ഞ് എന്നൊക്കെ കജിക്കൽ കെട്ടി കിടപ്പുണ്ട്. എനിക്ക് കട്ടൻ ചായ കട്ടൻ ചായ പാത്രം കിണറ്റിൽ കയറി എടുത്തോണ്ട് വാ. നീ ഇറങ്ങി എടുത്തോണ്ട് വാ. നിങ്ങളെ കൊണ്ട് ഇവിടെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാ മനുഷ്യ? ഈ തേപ്പ് കൊണ്ട് ഞാൻ ഇവിടെ ജീവിക്കുന്നു. തേപ്പ് വെട്ടിയും ജീവിതവും. നിങ്ങൾക്കറിയാവോ, എന്റെ ഭാര്യ തേപ്പുകാരിയാന്നും പറഞ്ഞ ആൾക്കാർ മുഴുവൻ എന്നെ കളിയാക്കുക. തേപ്പുകാരന്റെ ഭർത്താവേ, തേപ്പുകാരന്റെ ഭർത്താവേ എന്ന് ചോദിച്ചു. അയ്യോ, ആ തേപ്പില്ലായിരുന്ന കാണായിരുന്നു 3 നേരം വെട്ടി വിഴിഞ്ഞ് ഉടുന്നത്. ഞാൻ ഈ കുടുംബത്തിൽ എന്ത് പണിയാണ് ചെയ്യാതെ? എന്ത് പണിയാ ചെയ്ത്? നിങ്ങളിവിടെ ഒരു കുടം വെള്ളം കോരുന്നുണ്ടോ മനുഷ്യ? വെള്ളം കോരി തരുവോ? ഒരു കുടം വെള്ളം ഇവിടെ നിങ്ങൾ കോരുന്നുണ്ടോന്ന്? കുമ്പട് കുടമിട് മാളോരെ, ഇനി കുമ്പട് കുടമിട് മാളോരെ, കുമ്പട് കുടമിട് മാളോരെ, കുമ്പട് കുടം കുടമിട് കുടമിട്.
നാട്ടുകാർ നോക്കി നിന്ന് ഞങ്ങളുടെ കുടുംബത്തിലെ ഇത് TV ഷോ ആക്കി നിങ്ങൾ കണ്ടോണ്ടിരുന്നോ? ഞാൻ പണിയെടുക്കലെന്ന് ഇവള് പറഞ്ഞു. എടീ ഇതിനൊക്കെ ഇന്ന കനാടി ആ താഴത്തേക്കാണല്ലോ. ഞാൻ പണിയെടുക്കലല്ലേ മാറുകലമേ. നീ എന്നെ ഒരു വൃത്തികെട്ടവനായി കണക്ക് കൂട്ടിയല്ലേ? ഇതിനൊക്കെ കാരണം നിങ്ങളുടെ ആ ഓഞ്ഞ ആശാനം. ആശാനെ കുറിച്ച് എന്തെങ്കിലും പറയാനല്ലോ? വെള്ളക്കൊരു പക്ഷേ ആശാനെ കുറിച്ച് ഒരു അച്ഛനം പറഞ്ഞു പോരുത്. നിനക്കറിയാവോ, വർക്ക്ഷോപ്പിൽ എനിക്ക് 8ന്റെ സ്പാൻഡർ എടുത്ത് തന്ന ആദ്യമായി കയ്യിലേക്ക് വെച്ചത് എന്റെ ആശാൻ. നിന്റെ കഴുത്തിൽ താലി കെട്ടാൻ പറഞ്ഞത് എന്റെ ആശാൻ. ആ ആശാനം എല്ലാം പറയാനല്ലോ. അയാൾ തന്നെ കള്ളുകൂടിയും പഠിപ്പിച്ചത്. കള്ളുകൂടി പഠിപ്പിക്കാം, പക്ഷെ ഒരു കുട്ടി വെള്ളം കോരിത്തന്നില്ലെങ്കിൽ ഞാനാണല്ലടി മീശ. ഞാനേ ചേട്ടായിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ചേട്ടായി ഇങ്ങോട്ട് വരട്ടെ. ഞാൻ പറയും എനിക്ക് എന്റെ ജീവിതം നോക്കണ്ടേ. നിങ്ങളുടെ കല്ലുകൊള്ളേണ്ട കാര്യം എന്തുവാ? നിന്നെ ഒറ്റ കീറിയാന്നല്ലോ ചേട്ടായിനെ വിളിച്ചു പറഞ്ഞു. ആ ചേട്ടായിനെ വിളിച്ച് പറഞ്ഞു സമാധാനം ഉണ്ടാക്കിയിട്ടേ ബാക്കി കാര്യമുള്ളൂ. ഞാൻ പോകും. ഇനി ചേട്ടായി വരട്ടെ, നിങ്ങൾക്ക് കിട്ടിക്കോളും. ഞാൻ വീട്ടിൽ എന്തെങ്കിലും പണിയെടുക്കാൻ തുടങ്ങുമ്പോ ഇവിടെ സമ്മതിക്കില്ല. മൂസേവി ഞാൻ എന്റെ മനസ്സിൽ സന്തോഷമില്ലാത്ത ഈ കുടുംബത്തിൽ വെളിച്ചവും വേണ്ട വെട്ടവും വേണ്ട. നീയും പോ ഭൂതത്താന്റെ കോട്ടയിലേക്ക്. എടേ അയ്യോ എടേ ഡേ പൊന്നേ എടേ ഇനി വന്നേ ഇങ്ങോട്ട്. കൊണ്ടുവരുന്ന മണ്ണെണ്ണകളൊക്കെ കൂടെ കെട്ടിയിട്ടില്ലേ? നീ ഞാൻ അങ്ങനെ ഇങ്ങനെ ഒരു കുഴപ്പമില്ല. നീ എന്നെ ഞാൻ ഇങ്ങനെ കണ്ണു കാണാൻ ഇനി എന്നാ ചെയ്യും? കണ്ണ് കാണാൻ ഉറങ്ങിക്കോ നീ. അജേ മിണ്ടല്ലേ എന്നടാ പ്രസന്നയോ? പ്രസന്നയല്ല, ഇവിടെ പ്രശ്നമാണ്. വിഷയാണ്. ഉഷയല്ല. എന്നടാ കള്ളും കുടിച്ചു എത്ര പെണ്ണുങ്ങളുണ്ടോ അതിൻ്റെ അകത്ത്? എത്ര പെണ്ണുങ്ങളുണ്ടോ അതിനകത്ത്? പെണ്ണുങ്ങളോ? പിന്നെ നീ പറഞ്ഞു ഉഷയും പ്രസന്നെ. ഉഷയം കൗസില്ലല്ലാന്ന്, അവള് ശരിയില്ലാന്ന്. അത് ശരി, 2 പെണ്ണുങ്ങൾ വന്നപ്പോ അവൻ പറയാ പെണ്ണുമ്പള്ള ശരിയല്ല. ജനം ഇങ്ങനത്തെ വർത്താനം പറയരുത്. ഉഷേ ഉഷേ അല്ല സുജാതേ, മൊന്തക്കകത്ത് ഇത്തിരി വെള്ളം 2 ഗ്ലാസും കിടത്തേ. മൊന്തക്കകത്തേ വെള്ളം 2 ഗ്ലാസും. അയ്യോ വൃത്തികെട്ടവൻ. മുറിഞ്ഞോ? ആ മുറിയാനാ ഞാൻ തല്ലിയത്. ഭാഗ്യം രക്ഷപ്പെട്ടു. ആരെങ്കിലും ചോദിച്ചാൽ മുറുക്കിയതാന്ന് പറയാലോ. ഇങ്ങോട്ട് ഒരിക്കലും നന്നാകത്തില്ല. എടാ നിന്റെ പെണ്ണുപിള്ളിക്കാരാ പ്രാന്താണോ? ഞാനിങ്ങനെ അയ്യോ എന്ത് കഷ്ടമാണോ? അത് ഇതിനകത്ത് TV ഉണ്ടല്ലോടാ. TV മാത്രമല്ല, ഫ്രിഡ്ജുണ്ട്, താഴെ ആയിപ്പോയി. ഇത് ഇവക്ക് പ്രാന്താന്നേ. ഇത് എന്നാ സംഭവം എന്നാ? ഇന്നലെ എന്താ പ്രശ്നം ഉണ്ടായി പറഞ്ഞേ? ഇന്നലെ ഒരു പ്രശ്നമില്ല ആശാനെ. അവള് 2 കഴിച്ചു. അല്ല ഞാൻ കഴിച്ച് ഞാനിങ്ങ് കേറി വന്നു കഴിഞ്ഞാ പിന്നെ അവളൊരു ഭദ്രകാളി മാതിരിയാ. ഒരു ചുമ്മാ ഒരു എന്താ അവളോട് കാണിക്കുന്നത് എനിക്ക് അറിയാൻ പാടില്ല. ശരി, ഈ നാട്ടുകാരോട് ചോദിച്ചാൽ അറിയാം. നീ ചിലപ്പോ അവളോട് അപമര്യാദയായിട്ട് പെരുമാറിയോ? അല്ല, ഇത് എന്റെ ഭാര്യയല്ലേ, എനിക്ക് പെരുമാറാലോ. അത് ശരിയാണല്ലോ, പെരുമാറാലോ. ഞാൻ എന്തിനാ അത് പറയണ്ടേ? അതല്ല, നീ ഇവള് വന്നുമ്പോഴേ നാട്ടുകാരോട് ചോദിച്ചറിയാം. ഇവള് ഭയങ്കര അലമ്പാ. നീ ആണോ? ഇവള് എന്നെ കാണുമ്പോ ഒരു ചാട്ടാ. ചാട്ടെന്ന് പറഞ്ഞ ഇങ്ങനെ ഭദ്രകാളി ആടുമ്പോ തുള്ളിച്ചാട്ടാ അങ്ങോട്ട്. തുള്ളിച്ചാട്ടം ഒരു ചാട്ടാന്ന് അങ്ങോട്ട്. ചാട്ടെന്ന് പറഞ്ഞ
ഇങ്ങോട്ട് ഇറങ്ങി വേണം, നല്ല എക്കോ ഉണ്ട്, പാട്ട് പാടാം. എന്റെ ആശാനെ അവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കാണ്ട് എങ്ങനെയും പിടിച്ച് കയറാൻ നോക്ക്. അയ്യോ അയ്യോ ഇതെന്താണ് ഇതിനകത്ത് മുഴുവൻ? എന്നെ അത് മറ്റേ അലുമിനിയം പാത്രങ്ങൾ കുറച്ചുണ്ട്. ഉണ്ടോ? കഴുകാനിട്ടതാ. ആണോ? ആ ഓരോന്നായിട്ട് ഞാൻ എടുത്തു തരാം. ആ നമ്മുടെ മറ്റേ സാധനം എവിടെ തപ്പട്ടെ? സാധനം തപ്പ അതാദ്യം എടുക്ക്. കയറെ പിടി കയറെ പിടി. കയറെ പിടിച്ച് കയറുക. കലം 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 പൊക്ക. മതി 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 മതി. ഇറങ്ങി 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 ഇറങ്ങിയോ. വേറെ എന്തെങ്കിലും പ്രശ്നം ഇവിടെ ഉണ്ടോ? വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ഒരു പ്രശ്നവും ഉണ്ടാവാൻ സാധ്യതയില്ല. മറ്റേ ചേട്ടനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇവിടെ. ആ പുള്ളിയാണെങ്കിൽ കള്ളുകൂടി നിർത്തിയേക്കണതാ. ആരെ കണ്ടാലും ഉപദേശമാണ്. അതിനുവേണ്ടി നിങ്ങൾ രാവിലെ വരും. അതുകൊണ്ടാണ് ഞാനെങ്ങും പോകാത്ത. അല്ലെങ്കിൽ രാവിലെ തന്നെ മുങ്ങിയേനെ. ആണോ? പുള്ളി ഇപ്പം ഇങ്ങനെ വരും. ശരിക്കും ഞാൻ വെള്ളത്തിൽ വീണില്ല. ഇതിന് മുകളിൽ ഒരു ചെരുവും കിടപ്പം, അതിൻ്റെ അകത്ത് കിടക്കുക. പിള്ളേരെ കുളിപ്പിക്കാനെടുക്കണ ആശാൻ അത് എടുക്കുക. എല്ലാം സെറ്റ്. ഞാനേ എടി ആശാൻ കിണറ്റിൽ പോയിട്ട് നിനക്ക് ഒരു ഇതുമില്ല ഇവിടെ. അയ്യോ ആശാ കിണറ്റി അവിടെ കിടക്ക. അയ്യോ സായി ചേട്ടായോ, എപ്പോഴാ വന്നേ? നീ വന്നു. എന്നാ വിഷയന്ന് പറഞ്ഞേ? എന്നാ വിഷയാന്നോ ചേട്ടായി? സജോ മാറിയതാ. എന്നാ വിഷയം കാര്യം പറഞ്ഞു. എന്റെ ചേട്ടായി, പറ. ഇയാൾ ഇന്നലെ ഉണ്ടല്ലോ, എന്നെ ഉണ്ടല്ലോ, എന്റെ തമ്പുരാനെ. ഇതാണ് സംഭവം അല്ലേ? ചേട്ടായി നീ വിഷമിക്കണ്ട. കാര്യങ്ങൾ ഇങ്ങനെ പോകാൻ പറ്റില്ലല്ലോ. കുടുംബം ഏതാണല്ലോ, നമ്മുടെ ഒരു കുടുംബം പോലും നശിച്ചു പോകണം എനിക്ക് ഇഷ്ടമല്ലാന്ന് അറിയാലോ. അല്ല അത് അങ്ങനെ 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 ഒരുത്തനും കാണിക്കാൻ പാടില്ല. ഒരുത്തനും കാണിക്കാൻ പാടില്ല. ചേട്ടായി ഒന്ന് പറഞ്ഞു ഉപദേശിച്ചിട്ട് ഒന്ന് നന്നാക്കി താ ചേട്ടായി. അല്ല ഇടികൊണ്ട് ഞാൻ ചത്തു പോകത്തേ ഉള്ളൂ. എന്റെ കൊച്ചു വിഷമിക്കല്ലേ? നീ എന്റെ കണ്ണുറച്ചേ അറിയണേ. ചേട്ടായി ഒന്ന് പറഞ്ഞു നന്നാക്കണേ, കുടിക്കരുതെന്ന് പറയണേ. നീ വിഷമിക്കല്ലോ വെച്ചാ നീ കിടന്ന്. എന്താ ഒരു കാര്യം ചെയ്യ്, ചേട്ടായി വന്നതാ, എനിക്ക് ഇന്ന് അയൽക്കൂട്ടത്തിൽ വരാൻ പറ്റത്തില്ലെന്ന് ഞാൻ ഒന്ന് ശാരദയുടെ അവിടെ പോയി പറഞ്ഞിട്ട് വരട്ടെ. ചേട്ടായി ഇവിടെ നിക്കണേ ഇപ്പൊ തന്നെ. നീ പോകുമ്പോഴേ അവളെ ആ ശാരദയുടെ അടുത്ത് ബ്ലൗസ് കൊടുത്തിട്ടുണ്ട്, അത് തയ്ക്കാൻ കൊടുത്തിട്ട് വരാൻ. അപ്പൊ ചേട്ടത്തി വന്നിട്ടുണ്ടോ? കൂടെ ഉണ്ട്. ആ എന്നിട്ടാണോ ഇങ്ങോട്ട് വരാഞ്ഞേ? ചേട്ടായി നോക്കിയോണേ. അജിയേ അജിയേ ചേട്ടായി മിണ്ടരുത്. അന്യ വീട്ടിൽ നിന്ന് ഒരു പെണ്ണിനെ വിളിച്ചു കൊണ്ടു നമ്മുടെ കുടുംബത്തിൽ കൊണ്ട് ഇറക്കിയിട്ട് അതിനായിട്ട് കണ്ണീർ പിടിപ്പിക്കാനോ? അല്ല ചേട്ടായി ഞാൻ. നീ എന്തോ പറയണ? നീ എന്നാ ചെറ്റത്തറ കാണിക്കണേ? സമൂഹത്തിൽ നിന്ന് നടക്കണ്ടേ? ഞാനും നിന്നെ പോലെ തന്നെ ചെയ്യുക. വെള്ളം അടിക്കും, വെള്ളം അടിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് ഇപ്പോഴും ഈ ഇങ്ങനെ കോപ്രായം കാണിക്കാം ആൾക്കാരെ കൊണ്ട് പറയാൻ വേണ്ടി. ആൾക്കാർ അമ്മ ഗോവിന്ദനമ്മാനൊക്കെ എന്നെ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ എന്നൊക്കെ പറഞ്ഞാൽ നിന്റെ വീട്ടിൽ നിന്ന് ഡെയിലി നിനക്കെന്നാ ഈ പാട്ടും ബഹളം? നിനക്ക് വെള്ളം അടിച്ച് മക്കളന്മാരെ പിടിച്ചുകൊണ്ട് ഈ പാട്ടും ബഹളം? അത് ഒരു നീ പണി കഴിഞ്ഞ് വരുമ്പോൾ ഇതല്ലേ പണി കഴിഞ്ഞ് വന്നോ, നീ കുടിച്ചോ? കുടുംബത്തിൽ മര്യാദയില്ലേ അത്? ചെറ്റത്തരം കാണിക്കണേ. ആശാനെ അല്ല ചേട്ടായി നീ ഒന്നും മിണ്ടണ്ട. ഇന്നത്തോടെ ഈ പരിപാടി നിർത്തിക്കണം. ഈ മദ്യപാനം എന്ന് പറഞ്ഞാൽ അതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ടല്ലോ ഹാനികരാന്നുള്ളത്. ചേട്ടായി വന്നല്ലേ? ചേട്ടായോ? എന്റെ അപ്പന്റെ പ്രായം ഉണ്ടല്ലോ, എന്താണ് ചേട്ടായി ചോദിക്കണം? ഇയാൾക്കത് നിർത്തി കൊടുക്കണം. നിർത്തി ഈ വെള്ളടിയൊക്കെ നിർത്തി ഒന്ന് നന്നാൻ പാടില്ല. എന്റെ ആശാൻ എന്നെ വഴി എന്റെ ആശാനായിക്കോട്ടെ, നിന്നെ കുടിപ്പിക്കാനാണ് ഇങ്ങോട്ട് വന്നത്. ഞാൻ കുറെ നാൾ നിർത്തിയ ഒരാഴ്ച വന്നതോ പള്ളിയിൽ അച്ഛൻ പറഞ്ഞു നല്ലവരെ ദൈവം നേരത്തെ വിളിക്കുന്നു, അതുകൊണ്ട് വീണ്ടും അങ്ങ് തുടങ്ങി. ഇത് എന്താണ് ഇതിൻ്റെ അകത്ത് കിടക്കണത്? ഞാൻ ചരിവത്ത് വീണുകൊണ്ട് നനഞ്ഞില്ല. കുഞ്ഞപ്പനാശാനെ ഒരു കാര്യം ഞാൻ പറയാം. കുടിയും ബക്കാണോ ഒക്കെ നിങ്ങളുടെ വീട്ടിൽ നടത്തിക്കോ. എൻ്റെ അനിയൻ്റെ കുടുംബത്തിൽ കയറി തോന്നിയാസം കാണിക്കരുത്.
അല്ല നമ്മളൊരു കമ്പനിക്ക് വേണ്ടി എന്ത് കമ്പനിയാണ് നിങ്ങൾ ഈ പറഞ്ഞ ഒരു മനുഷ്യൻ കുടുംബമായിട്ട് ജീവിക്കുന്ന കുടുംബത്തിൽ കയറി വരിക മദ്യം കൊടുക്കുക അവന്റെ കുടുംബത്തിൽ അടി ഉണ്ടാവുക ബഹളം ഉണ്ടാവുക ഇത് തന്നെ നാട്ടുനടപ്പാണ് ഇത്. നാട്ടുകിടപ്പ് അല്ലാട്ടോ ശരിയാ. അതെ ഞാൻ പറയാം ഞാൻ പറയാം ഇതിപ്പോ മദ്യം നമ്മളിപ്പോ കഴിച്ചുകൊണ്ടിരുന്ന ആളാ ഞാനും. നമ്മൾ നിർത്തിയതിന്റെ കാരണം ഇതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ടല്ലോ ആപത്താന്നുള്ളത് അല്ലേ? അത് ആരോഗ്യത്തിന് ഹാനികരം എഴുതിയിട്ടുണ്ടോ? മദ്യപാന ആരോഗ്യത്തിന് ഹാനികരമാണ്. നിങ്ങൾ എന്നെ തോന്നിയാസം കാണിക്കണേ ചേട്ടാ അത് ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ നിങ്ങള് ഇവിടെ ഒരു പണി കഴിഞ്ഞ് വന്നു, ഒരു ചെറുതെടുത്തു കഴിച്ചു. ഒരളവുണ്ട്. ഇപ്പൊ ഇത് കൊണ്ടുവന്നു, ഒരു ചെറുത് കഴിക്കുക. ചെറുത് അങ്ങനെ കഴിക്കണമല്ലേ? എന്നത് അല്ല ഞാൻ വെള്ളം ഗ്ലാസ് കൊണ്ടുവരാം. വെള്ളം ഗ്ലാസ് ആർക്ക്? വെള്ളം ഗ്ലാസും പറഞ്ഞണം. വെള്ളം ഗ്ലാസും ആശാനാന്ന് നോക്കല്ലേ, കുപ്പിക്കാൻ തലക്കാൻ അടിക്കും. ആ പെണ്ണിന്റെ കണ്ണീര് വീണത് ഈ വീട്ടിലാ, അറിയാവോ? ഞാൻ പോവാടാ, ഈ പുള്ളി ചുമ്മാ നമ്മളെ സാധനം വാങ്ങിച്ചു. നിങ്ങളത് ഇത് ഇത്ര ഒഴിച്ചു, ഒരു ചെറുത് മാന്യമായിട്ടു കഴിച്ചു. അത് അവിടെ തീർന്നു, ആ വിഷയം അവിടെ തീർന്നു. മാന്യമായിട്ട് കുടുംബത്തിൽ വന്ന് ഭക്ഷണം കഴിച്ചു, പെണ്ണുമ്പളെ കെട്ടിപ്പിടിച്ച് കിടന്നു, ഉറങ്ങി. നേരം എടുത്ത് എഴുന്നേറ്റ് കാര്യം പോയി. അതെ അതെ, ഇതങ്ങനെയല്ലോ. നിങ്ങൾ ഒഴിക്കണ അളവെന്ന് പറഞ്ഞാൽ അത് മാറ്റല്ലേ. നിങ്ങളിപ്പം ഇച്ചിരി ഒഴിക്കുന്നത് ഇത്ര ഒക്കെ ആണ് മാന്യം. അത് തരാം. മാന്യം സജി നീ കഴിച്ചു, എനിക്ക് പ്രശ്നമില്ല. ഇതിങ്ങനെ ഒഴിക്കുമല്ലേ? അതേ ഈ ആശാൻ നിറച്ച് വെള്ളം ഒഴിക്കാൻ. ഞാൻ എനിക്ക് വെള്ളം ഒഴിക്കാതല്ലേ കഴിക്കാൻ പറ്റും. ഒഴിക്കോ? ഞാൻ അങ്ങനെ കഴിക്കും. എന്നിട്ട് ടച്ചപ്പ് വേണ്ടല്ലോ നമുക്ക്. ഇങ്ങനെ അടിക്കും നിങ്ങള്. അങ്ങനെ അടിക്കണ അല്ല, അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കയറി തലക്ക് പിടിക്കില്ലേ? എടാ എന്തെങ്കിലും കിടക്കാം, വെറുമ്പേറ്റിൽ വെള്ളം മാത്രമായിട്ട് അടിക്കരുത്. എന്തെങ്കിലും ഒരു സാധനം എടുത്തു ഓർമ്മ ഞാൻ കാണിച്ചു തരാം. ചേട്ടായി ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ആശാൻ എനിക്ക് കിണറ്റിലെ വെള്ളം കൂടി. അതെ ആശാൻ എനിക്ക് ഒഴിച്ചു തന്നെ ഒഴിപ്പാണ് ഈ. അല്ല അതെ അതെ വരയിട്ടോ അങ്ങനെയൊന്നല്ല, ഇവിടെ മേളിൽ വരെ ആശാൻ കൂടുതൽ ഒഴിക്കും. ഇത്ര ഒഴിച്ചു തരും ചേട്ടായി. ഇത് ഇത്ര ഒഴിച്ചു, ഒരു മര്യാദ ഇല്ലാതെ ഈ അടി അടിക്കും. അടപ്പന്തി ഈ അടി അടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുടുംബത്തിൽ കയറുമ്പോൾ നമുക്ക് പിന്നെ തോന്നുമല്ലേ, ഇത് ശരിയല്ല, അത് ശരിയല്ല നമുക്ക് തോന്നുമല്ലേ. നമുക്ക് നമുക്ക് അങ്ങനെ തോന്നുന്നതനുസരിച്ച് വീട്ടിൽ വെള്ളം പെണ്ണുമുള്ള കാണുമ്പോൾ ദേഷ്യം വരും, മൂദേവി ഒന്ന് തോന്നും. അത് നമുക്ക് അങ്ങനെ അത് ഞാൻ പറഞ്ഞത് സാധനം എടുത്തേ. അത് എങ്ങനെയാ പൂത്തണ ഇയാള് ഫുള്ള് കൊണ്ടെന്ന് വെച്ചിട്ട് ഇവിടെ പൂത്തി വെക്കണ ഇയാള്. പൂത്തി വെച്ചത് അങ്ങനെയല്ല. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കുടുംബം താറുമാറാവും. നമ്മൾ പിന്നെ ഈ സാധനം ഗ്ലാസ്സിൽ പോലും ഒഴിക്കത്തില്ല എന്നുള്ളതാണ്. ചേട്ടായി ഞാൻ ഇനി കഴിക്കൂല ചേട്ടായി. ഇനി ഞാൻ കഴിക്കൂല. അത് മദ്യപാന ആരോഗ്യത്തിന് ഹാനികരമാണല്ലോ. അതുകൊണ്ട് ഞാൻ കഴിക്കൂല ഇനി. അല്ലേ? ഇല്ലെന്ന് ഞാൻ കഴിക്കില്ല. കഴിക്കുള്ളതാണ് നീ പട്ടി വിളിച്ചു വരുത്തിട്ടോ. പ്രശ്നത്തിൽ കുടുംബം എന്ന് പറഞ്ഞാണ്ടല്ലോ, അതൊരു സ്വന്തം രണ്ടെണ്ണം അടിച്ചാലും സ്വന്തം ഭാര്യ ആയിരിക്കണം. മനസ്സിലായി? ചേട്ടാ ഈ പുള്ളി എന്നെ പാട്ട് പാടിപ്പിക്കുന്നു എന്നെ കൊണ്ട്. ഇത് വത്സല സാരിയല്ലേ? അതൊക്കെ അറിയാമോ? അപ്പോ ഞാൻ പറഞ്ഞു ആര് പാട്ട് പഠിക്കും? എന്നെ പാട്ട് പാടിപ്പിക്കും ഈ പുള്ളി. നാട്ടുകാരെ മുഴുവൻ അറിയിക്കണം അങ്ങനെയല്ലേ? ആരും ഇയാളാ? ഇടൂ വെള്ളം അടിച്ച പാട്ട് പാടാം, കുടുംബത്തിൽ അന്തസ്സുള്ളവൻ പാടും. അത് വളരെ മാന്യകം, അറിയോ? അന്തസ്സായിട്ട്, അല്ലാതെ ചുമ്മാ ബഹളം ഉണ്ടാക്കുമല്ല. എടാ സംഗീതം എന്ന് പറഞ്ഞാൽ അതിനൊരു സംഭവം ഉണ്ട്, അറിയോ? അല്ല സംഗീതത്തിനൊരു സംഭവം ഉണ്ട്, അറിയോ? അത് നീ കാണിക്കണമല്ല. പാട്ട് സംഗീതം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനമായിരിക്കണം. കുടുംബത്തിൽ വരുന്നവർക്ക് ചേട്ടായി എന്നെ പോലെ തന്നെ അല്ലായിരുന്നു അല്ലേ? ഇരുന്നു ഒരു താളമിട്ട് ഭക്തി കാണിച്ച് തുടങ്ങണം ആണല്ലേ? കുളത്തൂർ പുഴയിലെ പാലകനെ അച്ഛൻ കോവിലാണ് ഹരിയ ഗുരുവേ ശരണം പൊന്നയ്യപ്പ ശ്രീഹരിവാസ ശരണം പൊന്നയ്യപ്പ കുളത്തൂർ പുഴയിലെ കറിക്കാരി ചിന്താമണി ോളത്തിലും പട്ടി വെള്ളം
എന്റെ ദൈവമേ, നിങ്ങളെ നന്നാക്കാൻ വന്ന മനുഷ്യനാണോ ഈ കിടക്കുന്നത്? കുടുംബം നശിപ്പിക്കാൻ അവളെ എന്റെ മൂതവി എന്താണ് അവളെ അടിക്കുകയാണ് അവളെ. എനിക്ക് വയ്യ, എടി, ഇയാളുടെ കൂടെ വന്ന പെണ്ണുമ്പിള്ള എന്തേ? പെണ്ണുമ്പിള്ള. ചേച്ചി! എന്താടി എന്താ നീ കിടന്ന് ഒച്ചെടുക്കുന്നേ? അവൻ പിന്നെ പ്രശ്നം വല്ലതും ഉണ്ടാക്കിയോ? എന്താ കാര്യം? എന്റെ ദൈവമേ, ഒന്നും പറയണ്ട എന്റെ ചേച്ചി. ആണ്ടാ, മനുഷ്യൻ വാ തുറക്കുമ്പോ കേറി വരും തുണി അങ്ങോട്ട്. എന്താടി കാര്യം പറ നീ? എന്റെ ചേട്ടനല്ല പ്രശ്നം, നിങ്ങളുടെ ചേട്ടയ്യാ ദേ കിടക്കുന്നു. എന്റെ ദൈവമേ, ഡാ, ഇവിടെ മനുഷ്യൻ എഴുന്നേക്കണം. എഴുന്നേക്കാൻ. എഴുന്നേക്കണം. അത് വേണം. എന്താ കാണിക്കുന്നേ? കുടി നിർത്തിയാലേ തനിക്കാ ബോധമില്ലേ? കുടി നിർത്തിയല്ലേ താൻ? ഞാൻ ആരെയൊക്കെ കള്ളു കൊടുത്തേ? ആരെയൊക്കെ കള്ളു കൊടുത്തേ? എന്റെ പൊന്നടി, ഇയാളെ കൂടി നിർത്താൻ കൊണ്ട് ഡോക്ടറെ കാണിച്ചതാ. ഇനി ഇയാൾ ആ മരുന്നും കഴിച്ച് ഇനി ഇയാള് കുടിച്ചേക്ക് ഭ്രാന്ത് വരുമെന്നാ പറഞ്ഞേക്കുന്നത്. ആരാ കൊടുത്തത്? ഇയാളായിരിക്കും. ഇയാളായിരിക്കും എന്റെ ചേട്ടൻ ചീത്ത. ഇയാളായിരിക്കും. ഇവിടെ തനിക്ക് നാണം ഉണ്ടോടോ? മുടി നരച്ച് മീശ നരച്ച് ഇനി നിർത്തി ഇനി ഒന്നും അല്ല ആശാനെ, ഇനി വേറെ ഒന്നും അല്ല ഇടണ്ടേ. ഇവനെടുത്ത് കിണറ്റിട്. എന്നെ ഉപദേശിക്കാൻ മതി, എന്റെ കുടുംബം നശിപ്പിക്കാൻ മതി. അയ്യോ, എന്റെ പിള്ളേർക്ക് തന്നയില്ല. ചേട്ടാ ചേട്ടാ കയ്യിലെ പിടിയേട്ടാ. ചേട്ടാ കയ്യിലെ പിടിച്ച് കേറി വാ. അയ്യോ, വെള്ളം കുടിച്ചു കഴിയുമ്പോ പൂസ് കയ്യിലെ പിടിച്ച് കേറി വാ ചേട്ടാ. കേറ്. എടി, എടി, സഹായിക്കടി. ആരോഗ്യമില്ലടി, കേറി വരാൻ പയ്യന്നില്ലടി, ആരോഗ്യമില്ല. കേറി വരാൻ ആരോഗ്യമില്ല അല്ലേ? ഇല്ല. എടോ, ഇതാണ് പറയുന്നത് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന്. അമ്മേ